സോറി മുനോർ, ഞാൻ ഇത്തിരി വൈകി. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. ഏതായാലും വാ, നമുക്ക് മായക്കൊന്ന് കാണാം. ആരായാൽ? മായിൻ. വാ, നമുക്ക് നേരിട്ട് കാണാം. വേറെന്തെങ്കിലും വേണം? മായിക്ക? അല്ല രാജീവാ. മായിക്ക് എന്ന് ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. നമുക്ക് എന്താപ്പാ തിരക്കില്ലാത്തത്? ഇന്ന് ഓഫീസിൽ പോയില്ലേ? പോയിക്ക, അപ്പോഴേ ഇവൻ വിളിച്ചു, അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഇരിക്കടാ. ഞാൻ അണ്ടർ ടൈം എടുത്ത് പോന്നു. അണ്ടറോ കുണ്ടറോ എന്തെങ്കിലും ആവട്ടെ. ഇതേതാ പുതിയൊരു പുള്ളി? ഞാനത് മറന്നു. ഇത് മുനോവർ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. അവനിത്തിരി ചൂടില്ല. എന്റെ അടുപ്പിന്ന് ഇപ്പൊ ഇറക്കി വെച്ചോളൂ. അവൻ വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിയതാ. അത് പ്രത്യേകം പറയണോ? ഈയല്ലേ കൂട്ട്. ഈ കാര്യം എന്ന് വെച്ചാ പറ, എനിക്ക് നേരമില്ല പോണം. അത് ചെറിയൊരു സഹായം വേണം. ഇവന് 2 ദിവസം താമസിക്കാൻ ഒരു ബെഡ് സ്പേസ് മതി. ഇക്കയുടെ അപ്പുറത്തെ റൂമിലെ ജബ്ബാർക്ക വെക്കേഷനിലാന്ന് കേട്ടു. തൽക്കാലം. ജബ്ബാർക്ക മരിച്ചൊന്നുമില്ല, നാട്ടിൽ പോയതല്ലേ. അല്ലേലും ശരിയാവൂല. നല്ലൊരു ചെറുപ്പക്കാരനെ അവിടെ കിടത്തി വിടക്കാക്കാൻ ഞാനില്ല. എന്നുവെച്ചാ അവിടെ കള്ളുകുടിയന്മാരുണ്ട്, സിഗരറ്റ് വലിക്കാരുണ്ട്, പെണ്ണുപിടിയന്മാരുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്തൊന്നും ഇവൻ ശരിയാവൂല. ഈ പറഞ്ഞതിന്റെ എല്ലാം ഗുരുവാണ് ഇദ്ദേഹം. ഇതറിയാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ നുണമൊഴി നിന്നോട് പറഞ്ഞത്. നിങ്ങൾ കുറെ നേരമായില്ല തുടങ്ങിയിട്ട്, വല്ലതും നടക്കോ? നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ കുടിക്കാൻ വല്ലതും കൂട്ടരാ. ഇങ്ങനെ ചില്ലറ വഴക്കിന്റെ പേരിൽ മാറി താമസിക്കണോ? അത് ഉമ്മക്ക് വിഷമമുണ്ടാക്കില്ലേ? ചില്ലറ വഴക്കോ? ആരാ പറഞ്ഞ ചില്ലറ വഴക്കാണെന്ന്? കേട്ടതൊക്കെ ആൾമോസ്റ്റ് ശരിയാണ്. അന്ന് അവൻക്കൊരു വൈകിയാണ് വന്നത്. ഏതോ ബെല്ലുച്ചി പിള്ളേരുമായുള്ള ഇഷ്യൂ എന്നാ കേട്ടത്. അവൻ തനിച്ചൊന്നുമല്ല, 3-4 പേര് കൂടെ ഉണ്ടായിരുന്നു. ഒരാൾ ഹോസ്പിറ്റലിൽ സീരിയസാ. അവന്റെ മൊഴിയെടുക്കാതെ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ സഹായിക്കായിരിക്കില്ല. ഓക്കെ, ബൈ. മങ്ങാടൻ കമറുദ്ദീന്റെ മകൻ ബാറിൽ പോയി വെള്ളമടിച്ച് വഴക്കുണ്ടാക്കിയതറിയാൻ ഈ ഭൂലോകത്തിന് ആരും ബാക്കിയില്ല. നീ ഇങ്ങനെ കണ്ണു നിറച്ചിട്ട് എന്താ കാര്യം? നന്നാവണമെന്ന് ഒരാൾ സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ അയാൾ നന്നാവില്ല. പിന്നെ നിന്നെ ഒറ്റൊരാളെ ഓർത്തിട്ടാ ഞാൻ ഇത്രയും റെക്കമെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ അതിനകത്ത് കിടക്കട്ടെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. എന്നിട്ടെങ്കിലും നന്നാവൂന്നറിയാനാ. സ്വന്തം മകനല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളങ്ങനെ ചെയ്തതെന്ന് ഒരുപക്ഷെ നീ ചോദിച്ചാലോ എന്നൊരു ഭയം. അല്ലെങ്കിൽ സത്യം സത്യം തന്നെയാ. എന്നെങ്കിലും ഒരു നാൾ രക്തം രക്തത്തെ തിരിച്ചറിയാതിരിക്കില്ലല്ലോ. എന്തിനാ ഞാൻ വെറുതെ? എത്ര സ്നേഹിച്ചാലും ഞാൻ സ്വന്തം ബാപ്പയൊന്നും അല്ലല്ലോ. എന്തിനാ എന്റെ കുഞ്ഞാക്കി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് മനസ്സ് നീട്ടുന്നത്? എന്നെങ്കിലും ഒരു നാൾ നീയും അവനും കൂടി എന്നെ തള്ളിപ്പറയോന്നുള്ള പേടി എനിക്ക്. മോനെ, ഉമ്മ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എന്താ എന്താ നീ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞതല്ലോ, ഉമ്മ എന്നെ കൊണ്ട് പറയിച്ചതല്ലേ. എന്താ ഞാൻ നിന്നോട് ചെയ്ത തെറ്റ്? ഇത്രയും കാലം ഈ രഹസ്യം ഞാൻ മറച്ചു വെച്ചത് നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയ. കഴിഞ്ഞ 10-25 വർഷം നീ ജീവിച്ചത് ഈ മനുഷ്യന്റെ കൂടെയല്ലേ? ഇത്ര കാലം പോരെ ഒരാളെ മനസ്സിലാക്കാൻ? ഇദ്ദേഹം എന്റെ വാപ്പയില്ലെന്നറിയാൻ 25 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. ഇനി നാളെ ഒരു പക്ഷേ നിങ്ങൾ എന്റെ ഉമ്മയല്ലെന്ന് കേൾക്കേണ്ടി വരുമോന്ന് എന്റെ പേടി. അതിനു മുമ്പ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത് എനിക്ക് നല്ലത്. പിന്നെ എന്റേതല്ലാത്ത ഒരു സൗഭാഗ്യവും എനിക്ക് വേണ്ട. ആരാ പറഞ്ഞത് ഈ സൗഭാഗ്യങ്ങളൊന്നും നിന്റെ അല്ലെന്ന്? മോനെ, അള്ളാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് നൽകി. നമ്മൾ നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നു. അതൊക്കെ ഇല്ലാതാക്കാനാണോ നിന്റെ പുറപ്പാട്? ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി. ഇനി മുതൽ നിങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായിട്ട് ഞാൻ ഉണ്ടാവില്ല. ആരോടാ നീ നന്ദി പറയുന്നത്? ഇത്രയും കാലം നിന്നെ തീറ്റിപ്പോറ്റിയ ഈ ബാപ്പയോടോ?
ഇനി നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മോനെ അരുത്. ജന്മം തന്ന ഗർഭപാത്രത്തെ ചവിട്ടി മാറ്റി പോയവരാരും പിന്നീട് ജീവിതത്തിൽ ഗുണം പിടിച്ചിട്ടില്ല. അത് നീ ഓർക്കണം മോനെ. എടാ മോനെ നീ മോനെ മോനെ മുനോറെ, മോനെ മുനോറെ. എന്നാലും ഇതൊരു സൊല്യൂഷനാണ് മനോഹർ. എന്തു തന്നെയായാലും സ്വന്തം ഉമ്മയെ ഒഴിച്ചു നിർത്താനാവൂ. എന്താടോ, എന്താ പ്രശ്നം? ഒന്നുമില്ല. ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇത്ര ശക്തിയാ? അപ്പൊ വല്ല ഉണ്ടെങ്കിൽ എന്താ ശരി? ഏതായാലും ഇങ്ങള് വാ, നമുക്ക് റൂമിലേക്ക് പോവാ. അവിടെ ചവിട്ടി പൊളിച്ച ആരും അറിയില്ലല്ലോ. വാ വാ വാ, പെട്ടെന്ന് എണീക്ക്. വാ. മക്കള് വീട്ടിൽ നിന്ന് തല്ലുകൂടി ഇറങ്ങി പോണത് സാധാരണ കാര്യമാണ്. ആ ചൂടാറുമ്പോ അങ്ങോട്ട് കയറിച്ചല്ല, അത് തന്നെ. അതാണ് നാട്ടുകടപ്പ്. എന്റെ പട്ടി പോവും. ശരിയാണ് കുട്ടി. ഉമ്മയും ബാപ്പയും ആരാണെന്ന് അറിഞ്ഞാൽ ഏത് പട്ടിയും തിരിച്ചില്ല. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാത്ത ഒരേ ഒരു സാധനം ദുനിയാവിലുള്ളൂ, മുലപ്പാല്. അതിന്റെ അത്രയും പരിശുദ്ധി മറ്റെന്തിനാ ഉള്ളത്? ദഹനക്കേട് ഉണ്ടാകുമ്പോ 2 ഈസ് വയർ വീർത്ത് നിൽക്കും. ആ സമയത്ത് കിടക്കാനും ഇരിക്കാനൊക്കെ നമ്മൾ പെടുന്ന പാടേ, അത് മാത്രം ഓർത്താ മതി. 10 മാസം അന്നെ ഞമ്മളെയൊക്കെ വയറ്റി ചോന്നുകൊണ്ടിരുന്നത് ഉമ്മ ആരാന്നറിയാൻ. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഇയാൾ എന്നെ വായിലിരിക്കുന്ന മേടിച്ച് കൂട്ടുന്ന അതൊന്ന്. ഇല്ല, വായിക്കാം, നമുക്ക് പോവാം. ബാബാ വാടാ, വാ. മായിക്ക, എന്നാ ഞാൻ പോട്ടെ. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് തീർക്കേണ്ട ഒരു അർജന്റ് പ്രോജക്റ്റ് എനിക്കുള്ളതാടാ. അതുകൊണ്ടാ. പിന്നെ ഉള്ള സൗകര്യമൊക്കെ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. സാവധാനം വീട്ടിലേക്ക് എന്നെ മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ സൗകര്യമുള്ള മറ്റെവിടേക്കെങ്കിലും. അതൊക്കെ പിന്നീടുള്ള കാര്യം. തൽക്കാലം ഞാനിവിടെ ഉണ്ടെന്ന് എന്റെ ഉമ്മ അറിയരുത്. എനിക്ക് എത്രയേ ഉള്ളൂ. അറിഞ്ഞാൽ എനിക്കിവിടെ സ്വര്യം തരില്ല. അല്ല, ഈ കിളവൻ ആളെങ്ങനെ? അയാളൊരു പാവം മനുഷ്യന്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മതി. പിന്നെ നിന്റെ ആ എടുത്തയാട്ട സ്വഭാവം ഉണ്ടല്ലോ, അതിവിടെ കാണിക്കണ്ട. നിനക്ക് ക്യാഷ് വല്ലതും വേണോ? ഏയ്, തൽക്കാലം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഓക്കെടാ. ഓക്കെ, ബൈ. ഹലോ ഹലോ രാജീവ്. ഹലോ. അതെ സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു സാറിനെ. പേടിക്കാനൊന്നുമില്ല സാർ. അവൻ എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്, ഇവിടെ അടുത്ത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. അവന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? അതൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. നാളെ എനിക്ക് രാജീവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ യെസ്, തീർച്ചയായിട്ടും കാണാം സാർ. എന്നാ വെക്കട്ടെ. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ, താങ്ക് യു. ആരോടാ നിങ്ങള് സംസാരിച്ചത്? അത് നമ്മുടെ രാജീവിനോടാ. എന്താ അവൻ പറഞ്ഞത്? മുനവർ രാജീവിന്റെ ഏതോ കൂട്ടുകാരന്റെ റൂമിലുണ്ടത്രേ. അൽഹംദുലില്ലാ, ഇപ്പഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. രാജീവ് നല്ല പയ്യനാ. വാ, നീ ഇരുന്ന് വല്ലതും കഴിക്ക്. എന്റെ ബില്ലെത്രേ? ഏയ്, അതൊന്നും വേണ്ട. നിങ്ങൾ നമ്മുടെ മാഹിനിക്കട ചങ്ങായില്ലേ? അതിന് ഭക്ഷണം കഴിച്ചാൽ കാശ് വാങ്ങിക്കണ്ടെന്നുണ്ടോ? അതല്ല, ഇവിടെ നടപ്പങ്ങനെയാ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. നിങ്ങൾ ബില്ല് എത്ര വെച്ചാ പറ. ഏയ് വെയിറ്റർ, ഇവിടെ എത്ര ബില്ല്? ഹലോ മനോഹർ, ഞാനിവിടെ അല്ലമീന സൂപ്പർ മാർക്കറ്റിലുണ്ട്. ഇവിടെ പുറത്തോ? ഓക്കെ ഓക്കെ, ഞാനിപ്പോ വരാം. ഹലോ. ഞാനിതാ എത്തി. ഏയ്, ഒന്ന് ഡ്രസ് ചെയ്യാൻ സമയം തരാം. ഓക്കെ. എവിടേക്കാണ് ഈ പാതിരാത്രിയിൽ? ഈ കണക്കിന് പോയാ
എവിടെ വരെ എത്തും എന്റെ റബ്ബേ? അല്ലാ, ഈ ചെക്കൻ ഫോൺ എടുക്കാൻ മറന്നു തോന്നുന്നു. ഇനി എന്താ ചെയ്യുക? അവൻ ആ റോഡിലെങ്ങാനും കാണുമെന്ന് നോക്കിയാലോ? ഓ, ഇത് വലിയ ശല്യമായല്ലോ. ഇവന്റെ ഒരു കാര്യം. മുനവരെ, മുനവരെ, പോയിന്ന തോന്നണേ. ആ വരുമ്പോ വരട്ടെ. അയ്യോ, പിന്നെ എന്താ ഇപ്പൊ ചെയ്യ? എന്തായാലും മറുപടി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് കിടന്ന് ഉറങ്ങൂല. ഹലോ ഹലോ, വാവ എവിടെയാ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാഞ്ഞത്? ആരെങ്ങള്? നീ എന്നെ കളിയാക്കണ്ട. നീ അല്ലാതെ വേറെ ആരും എനിക്കുള്ളത്? കള്ള, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ കാശ് ചോദിച്ചോണ്ടാണോ? അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേടാ ചോദിച്ചേ. എന്റെ കുട്ടൻ എനിക്ക് ഇതുവരെ തന്ന കണക്കൊക്കെ കൃത്യമായി എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ എന്റെ മുത്തിന് തിരികെ തരും. ആ കാര്യം ഓർത്ത് എന്റെ മുത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. ഓക്കേടാ, വേഗം വാ. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. കള്ളൻ മിണ്ടാതിരിക്കല്ലേ? ഓക്കെ, ഞാൻ വെക്ക് കേട്ടോ. വേലാല് കൂരുത്തം കെട്ട പെണ്ണുങ്ങള്. ഹലോ, ഓൻ ഇവിടെ ഫോണും വെച്ചിട്ട് എങ്ങാട്ടാ പോയി? പഠിച്ചോനെ വിചാരിച്ച് ബാക്കിയുള്ളവരെ കിടന്നുറങ്ങാമെങ്കിലും സമ്മതിക്കണം. രാത്രി ആകുമ്പോ ഓരോന്ന് പൂജ കൂടി ഇറങ്ങിക്കോളും. ഓരോരോ ശല്യങ്ങള്. ഇത് ഓഫാക്കി വെക്കാൻ നല്ലത്. അവിടെ നീ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. ഞാനൊന്ന് മയങ്ങിയപ്പോഴേക്കും നീ എഴുന്നേറ്റ് പോരുന്നല്ലേ? ഇങ്ങനെ ഉറക്കം കളഞ്ഞ് ഉള്ള അസുഖം കൂട്ടണ്ട. അവൻ നമ്മളെടുത്ത് തന്നെ തിരിച്ചു വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വാ, നമുക്ക് പോയി കിടക്കാം. എന്താ മുന്നോറെ, നിനക്ക് എന്തു പറ്റി? എന്റെ റബ്ബേ, പഠിച്ചോനെ നീ കാക്കണേ. ഹലോ ഹലോ ബാപ്പ, ഞാൻ മോളൂട്ടിയാ. എന്തുണ്ട് മോളൂട്ടി വിശേഷം? ഉപ്പ ഇത്ത 10ാം ക്ലാസ് പാസ്സായി. അല്ലായിട്ട് സത്യം പറയടി. സത്യാണുപ്പ, നല്ല മാർക്കുണ്ട്. എന്നിട്ട് പൗമീച്ചെവിടെ? ഇത്ത കുളിക്കുക. ആ മോള് ഇത്തനെ പോലെ പഠിച്ചു ഞാനും നന്നായി പഠിക്കുന്നുണ്ട്.
ടീച്ചർ പറഞ്ഞു ക്ലാസ്സിൽ ഞാൻ മിടുക്കി കുട്ടിയാണെന്ന്. എന്നാ ഉപ്പാന്റെ മിടിക്ക് കുട്ടിയൊരു മുത്തെന്താ? നല്ല കുട്ടിയേട്ടാ. ഇനി ഫോണും മോളും ഉമ്മാക്ക് കൊടുത്തേ. എന്ത് ശല്യം നോക്കി ഓരോ ശകുനങ്ങള്. നിങ്ങക്ക് പുറത്തു പോയി സംസാരിച്ചുകൂടാ മനുഷ്യ. മോനെ, എന്റെ മൂത്ത മോള് 10ാം ക്ലാസ് പാസ്സായി. സ്കൂളിൽ ഫസ്റ്റാന്നാ പറയണേ. 10ാം ക്ലാസ് അല്ലേ, IAS ഒന്നും അല്ലല്ലോ. പുറത്തു പോയി സംസാരിക്കടോ. ഹലോ, നിങ്ങൾ ആരോടാ കാലത്ത് വഴക്കൂടുന്ന്? അത് റൂമിൽ പുതിയതായി വന്നൊരു പയ്യനുണ്ട്. ഓനോട് തമാശ പറഞ്ഞതാ. ആ, നിങ്ങൾ അറിഞ്ഞോ മോള് ജയിച്ച കാര്യങ്ങള്? നമ്മുടെ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടു. പിന്നെ എല്ലാരും പറയണം മോളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്ന്. അതിനെന്താ, ഞാൻ ഈ കട്ടപ്പെടണ മുഴുവനും നിനക്കും 2 പെമ്മക്കും വേണ്ടിയല്ലേ. നിങ്ങൾ പൈസ അയക്കാൻ എന്താ എത്രയും വൈകുന്നത്? ഇൻഷാ അല്ലാ, നാളെ തന്നെ നമ്മൾ അയക്കണ്ട്. എന്നാ ഞാൻ വെക്കട്ടെ. ഒരു മിനിറ്റ്. നീ ഇപ്പൊ പണ്ടത്തെക്കാളും മൊഞ്ചത്തിയാന്ന് കേട്ടില്ലോടി, നേരാണോടി? മിണ്ടാതെ പൊയ്ക്കോളി അടുന്ന്. ഞാനത് സിനിമാ നടി എല്ലാരും പറയാ. 2 കൊല്ലമല്ലേ ഒന്ന് കണ്ടിട്ട്, കൊതി കൊണ്ട് പറഞ്ഞു പോയാടൂ. സബൂറാക്കരുതിക്ക. എനിക്ക് കടയിൽ പോവാൻ നേരായി. വെക്കട്ടെ. എന്നാ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ, കൊറേ കാലായിട്ട് ഒറ്റയ്ക്കാ താമസം. ഇപ്പൊ കൂടെ ഒരാളുള്ളത് പെട്ടെന്ന് ഓർത്തില്ല. അതുകൊണ്ടാ രാവിലെ തന്നെ അങ്ങനെ പറ്റിയത്. മോ പൊറുക്കണം. വാടകയുടെ കാര്യത്തില് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മുനവറിനെ ആരുടെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, എന്നെ ആരും ഭരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഹലോ, ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്? യെസ് സർ. I think he is busy now, sir. Yes, sir. Okay. Sir, can you give the contact number? Yeah. Yeah. Okay, sure. Thank you, sir. മോഹിനിക്ക, പഠിച്ചോനെ, എത്ര ആളുടെ കാലും കൈയും പിടിച്ചതൊന്ന് ഒപ്പിച്ചെടുത്ത്. എന്നിട്ടിപ്പോ എന്താ ചെയ്യ? എന്റെ കുട്ടികളുടെ പഠിപ്പ്. ഒരു 20,000 ഉറുപ്പിക അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് നയിക്കണമായിരുന്നു. ഇന്നലെ ഉറങ്ങാൻ നേരം കായ എണ്ണി നോക്കിയപ്പോ ഓക്കെ ആയിരുന്നില്ല. ഇവിടെ വന്ന് നോക്കുമ്പോ 500 ഉറുപ്പിക കുറവ്. എന്താ ഉണ്ടായെന്ന് പഠിച്ചോന്നറിയാം. ഇക്ക വിഷമിക്കാതിരി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എങ്ങനെ? എന്നെ ഇക്കായ്ക്ക് അറിയോ? ഒന്നും ഓർമ്മ കിട്ടണില്ല. ഈ ബേജാറിലൊന്നും തെളിഞ്ഞു വരണില്ല മനസ്സിൽ. കുറച്ചു മുമ്പ് ഈ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്തിരുന്ന ഒരു ഷാജഹാനെ അറിയൂ? എന്താ കുട്ടിയത്? അറിയോന്നാ? പണ്ട് അലൈനിന്ന് വരുമ്പോ വണ്ടി മറിഞ്ഞ് ആ ഷാജഹാന്റെ മോളാ. പഠിച്ചോനെ, എനിക്കൊന്നും പിടികിട്ടണില്ല കേട്ടോ. മോൾ എന്നിവിടെ എത്തി? പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോ ഇവിടുത്തെ മാനേജർ എന്നെ നേരിട്ട് വിളിച്ചു. കുട്ടിക്കറിയോ, വല്ലാത്തൊരടുപ്പായിരുന്നു ഞങ്ങള് തമ്മില്. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണു. പക്ഷെ മോളെ, ഈ വല്ലാണ്ടങ്ങ് മാറി. തീരെ അങ്ങോട്ട് മനസ്സിലാവണില്ല. മോളെവിടെയാ താമസം? മാമനും മാമിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓ, മനസ്സിലായി. നമ്മുടെ CM ഗ്രൂപ്പിന്റെ. അതെ അതെ. 500 ഉറുപ്പിക പോയാലെന്താ? മോളെ ഒന്ന് കാണാൻ പറ്റിയില്ലോ. എനിക്ക് അത് മതി. എവിടെ ആ സ്ലിപ്പും ക്യാഷും ഇങ്ങതാ. എന്നിട്ട് മോളെന്ത് ചെയ്യാനാ? ഇക്കയ്ക്ക് നാട്ടിൽ പൈസ അയക്കണ്ടേ? അത് തേച്ചില്ലാതെ അയച്ചിട്ട് കാര്യമില്ല. ഞാൻ നാളെ വീണ്ടും ഒന്ന് അയച്ചോളാം. ഇപ്പൊ ഉള്ളത് ഇങ്ങത്താ. അത് തികയൊന്ന് ഞാൻ നോക്കട്ടെ. ഇക്ക ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാം.
പിന്നെന്തരും? താങ്ക് യു. ദാ, അപ്പോ കാശ് ഇക്ക അതൊന്നും നോക്കണ്ട. നാട്ടിലേക്ക് ഇപ്പൊ പൈസ അയക്കേണ്ടത് അത്യാവശ്യമല്ലേ? അത് നമ്മൾ അയച്ചു, അത്ര തന്നെ. ദാ, ഇതാ എന്റെ കാർഡ്. ഇതിലെന്റെ ഫോൺ നമ്പറും ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇക്ക വിളിച്ചാ മതി. അപ്പൊ ശരി ഇക്ക. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. അതനുഭവിക്കാൻ ഞങ്ങൾ 3 ആളേ ഉള്ളൂ. വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വെറുതെ നടക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലൊന്നും അവന് ഒരു പരാതിയില്ല. ഈ ഒരു സംഭവം അറിഞ്ഞതുപോലുള്ള ഒരു ഷോക്കാ. അത് നമുക്ക് സംസാരിച്ച് റെഡിയാക്കാം. പറഞ്ഞൊന്നും അനുസരിക്കില്ല, കണ്ടറിഞ്ഞൊന്നും ചെയ്യില്ല, രാത്രി വീട്ടിലുണ്ടാവില്ല, വെളുപ്പാങ്കാലത്ത് 4 കാലുമേ കയറി വരും. ആ, ജനിച്ചന്നോട്ട് ഇന്നുവരെ പോറ്റി വളർത്തിയ ഞാൻ ഒരു വാർഡന്റെ സ്ഥാനം പോലും ആഗ്രഹിക്കുന്നത് തെറ്റാണോ രാജീവേ? ഉള്ളിലെ വേദന കൊണ്ട് പറയുക. കൊച്ചുനാളിലെ നാട് വിട്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും പിന്നെ ബോംബെയിലും പോയി ചേരിപ്പിള്ളേരുടെ കൂടെ ഇരുമ്പ് പെറുക്കി വിറ്റ് റൊട്ടി വാങ്ങി കഴിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അനർഹമായതൊന്നും ഇന്ന് വരെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ. രാജീവ് അവനോട് ചോദിക്കേ, ഏത് തരത്തിലുള്ള കോംപ്രമൈസ് അവൻ ഉദ്ദേശിക്കുന്നത്? എന്റെ 1-2 സ്ഥാപനങ്ങൾ അവൻ തന്നെ നടത്തി വരുമാനം എടുത്തോട്ടെ, എനിക്കൊന്നും തരണ്ട, കണക്ക് പോലും എന്നെ കാണിക്കണ്ട. അല്ലാതെ ഇതറിഞ്ഞ സ്ഥിതിക്ക് ഏതായാലും അവൻ എന്നെ ബാപ്പാന്ന് വിളിക്കില്ല. ഇക്കാര്യത്തിൽ ഞാൻ എന്താ അവനോട് പറയേണ്ടത്? ഒരു കാര്യം അവനോട് ഉറപ്പിച്ചു പറഞ്ഞോളൂ, എല്ലാ അർത്ഥത്തിലും സമൂഹം അംഗീകരിക്കുന്നൊരു ബാപ്പ അവനുണ്ടെന്ന്. ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെന്ന് ചോദിച്ചാ അവന്റെ ഉമ്മായ്ക്ക് പോലും അതിന് ഉത്തരം ഉണ്ടാവില്ല. സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നാട് വിട്ട കഥ. ആ സമയത്താണ് കുഞ്ഞോളുടെ ഉമ്മ മരിക്കുന്നത്. അതായത് എൻ്റെ അമ്മാവന്റെ ഭാര്യ. മകളുടെ നന്മയ്ക്ക് വേണ്ടി മാമൻ വേറെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് എവിടെ നിന്ന് വന്നൊരു യുവാവ് മാമന്റെ കടയിൽ ജോലിക്ക് നിന്നു. മാമൻ രോഗിയായെങ്കിലും അവന്റെ മിടുക്കൊണ്ട് ആ സ്ഥാപനം നല്ല നിലയിലായി. മരണം കാത്തു കിടന്ന മാമന്റെ മകൾക്ക് അയാളെ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോ കെട്ടിച്ചു കൊടുത്തു. ദിവസങ്ങൾക്കകം ഒരു ദുശകനം പോലെ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. എന്റെ ലക്ഷ്യം തന്നെ കുഞ്ഞോളെ സ്വന്തമാക്കുക എന്നതായിരുന്നു. ഞാൻ എൻ്റെ ഉമ്മയെ വിവരം ധരിപ്പിച്ചു. മാമന്റെ സ്വത്ത് അധീനപ്പെട്ടു പോകുന്നതിൽ മനം നൊന്നിരുന്ന ഉമ്മയ്ക്ക് എന്റെ ആഗ്രഹം ഒരു കച്ചിത്തുരുമ്പായി. നിക്കാഹ് കഴിഞ്ഞ് 2 മാസം തികയണേന് മുമ്പ് ഇല്ലാത്ത കാരണവും പറഞ്ഞ് തലാക്ക് ചൊല്ലേ. പഠിച്ചോൻ പൊറുക്കില്ലാട്ടോ. പാടച്ചോനൊക്കെ പൊറുക്കൂന്ന്. ഊരും പേരുമില്ലാത്തവർത്ത് നമ്മളെ മോളെ കാലാകാലം തീറ്റിപ്പോറ്റുന്ന എന്തത്ര ഉറപ്പ്? കാക്കാന്റെ കാലശേഷം ഓൻ സ്വത്തും പണവും വിറ്റ് നാട് വിട്ട ഓൾ എടെ പോയ തെരയ. ഓള് പിന്നെ എന്താ ചെയ്യ? ആണുങ്ങള് തന്നിഷ്ടം കാട്ടി ആർക്കും തെരഞ്ഞു പിടിക്കാൻ ഒക്കൂല. കമറൂനെ ആരും തെരഞ്ഞു പിടിച്ചതല്ല, സ്വന്തം വന്നതല്ലേ. ഓക്കെന്നും ഓനുണ്ടാവും. ഞമ്മളായിട്ടൊന്നിനെ എതിര് പറയുന്നില്ല. എന്റെ പടച്ച തമ്പുരാനെ, ഇല്ലാ നീ കാത്തോളണേ. കുഞ്ഞോൾക്ക് സമ്മതമാണെങ്കിൽ ഓള് പറയട്ടെ എന്ന് അവിടെ ഭർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾ ഒഴിഞ്ഞു പൊക്കളാന്ന് പറഞ്ഞ് ആ വാതിക്കൽ അയാൾ ഏറെ നേരം മുട്ടി. പക്ഷെ അവൾ വാതിൽ തുറന്നില്ല. അവൾക്കും അതാണ് ഇഷ്ടമെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. പിന്നെന്താ സാർ ഇക്ക വാല് തുറക്കാരുന്നത്? ആ കഥ പറഞ്ഞ് പിന്നീട് എൻ്റെ ഉമ്മ പൊട്ടിച്ചിരിക്കുമായിരുന്നു. പലഹാരത്തിൽ എന്തോ കലർത്തി അവളെ മയക്കിക്കിടത്തി വാതിൽ പുറത്തുനിന്ന് പൂട്ടുകയായിരുന്നത്രേ. അന്നിറങ്ങിപ്പോയതാണ് ആ മനുഷ്യൻ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ ഒരു കത്ത് കിട്ടി. തലാക്ക് 3 ചൊല്ലിയ കത്ത്. പിന്നീട് ആർക്കും അയാളെ കണ്ടെത്താനായില്ല. പക്ഷെ അപ്പോഴേക്കും അവൾ ഗർഭിണിയായിരുന്നു. ഇതൊന്നും താങ്ങാനാവാതെ മാമ മരിച്ചു. അതോടെ മനോരോഗിയെ അവൾക്ക് പ്രസവം വരെ ഞാൻ കാവലിരുന്നു. പ്രസവിച്ചേറെ കഴിയും മുമ്പേ ഞാൻ അവളെ വിവാഹം കഴിച്ചു. ഇതുവരെ 2 ആളെയും എന്റെ ജീവനേക്കാളേറെ ഞാൻ സ്നേഹിച്ചു. പക്ഷേ ഇപ്പോഴെനിക്കെന്റെ മനസ്സ് കൈവിടുന്നു എന്നൊരു സംശയം. പിടിച്ചു പറിച്ചെടുത്ത ഒന്നും നമുക്ക് സ്വന്തമല്ലടോ, സ്വന്തമാവില്ല. സാർ സമാധാനമായിട്ട് വയ്ക്കോ. പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? ഞാനും എൻ്റെ ഭാര്യയും നേരെ ഒന്ന് സംസാരിച്ചിട്ട്
ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട്. ദിവസം കുറെ ആയെന്ന് അവനോടൊന്ന് പറ. എന്നാ ഞാൻ പോട്ടെ. നൗഫക്ക എന്ത് പറ്റി? മുഖത്തൊരു തെളിച്ചില്ലല്ലോ. ഉമ്മ ഉമ്മ എന്നോട് റിമോട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നെ അടിക്കാനും വന്നു. ഓ അതെയോ? എന്തിനാ അമ്മായി നൗഫക്കാനെ തല്ലാൻ ചെന്നത്? നൗഫക്ക പാവല്ലേ? അങ്ങനെ ചോയ്ക്ക്. അവൻ വെറുതെ പറയുന്ന. നൗഫക്ക റിമോട്ട് എടുത്ത് കളിച്ചിട്ടുണ്ടാവും. അത് ഞാന് റിമോട്ട് എടുത്തത് ശബനയ്ക്ക് തരാനാ. അമ്മായി കേട്ടില്ലേ? എനിക്ക് തരാൻ വേണ്ടി നൗഫക്ക റിമോട്ട് എടുത്തേന്ന്. അല്ലാതെ കേടുവരുത്താനൊന്നും അല്ല. നാളെ എനിക്കൊരു റിമോട്ട് കൊണ്ടുവരുമോ? കൊണ്ടുവരാട്ടോ. മോളെ, എന്താ അമ്മായി? ഇക്ക കുറച്ചു ദിവസമായി മോളോട് ഒരു കാര്യം പറയാൻ എന്നെ നിർബന്ധിക്കുന്നു. മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ഡ്രസ്സൊക്കെ പിന്നെ മാറാം. അമ്മായി കാര്യം പറ. എന്റെ മോക്കറിയാലോ, നൗഫലിനെ മോളെന്ന് വെച്ച ജീവനാ. അത് പിന്നെ എനിക്കറിയില്ലേ അമ്മായി. അതല്ല മോളെ, നീയാണ് അവന് ഞങ്ങളെക്കാളൊക്കെ പ്രിയപ്പെട്ടത്. ശരിയാ. ഇത്താത്തമാര് രണ്ടുപേരും നിക്കാഹ് കഴിഞ്ഞു പോയപ്പോ നൗഫക്ക് തനിച്ചായി. ഇനിയിപ്പോ ഞാൻ മാത്രല്ലേ ഉള്ളൂ കൂട്ടിന്. അതാണ് ഈ അമ്മായിയും പറയണത്. മോൾ ഇനി അവനെ ഒറ്റയ്ക്കാക്കിട്ട് എങ്ങോട്ടും പോവരുത്. ഞാൻ എവിടെ പോവാനാ? അല്ലെങ്കിലും എന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ? ആ, ഞാൻ കമ്പനി അക്കോമഡേഷനിലേക്ക് മാറുമെന്ന് തോന്നിയോ? അതല്ല കുട്ടി അമ്മായി പറയണത്. പിന്നെ മോള് അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇന്നത്തെ പോലെ എന്നും അവന്റെ പെണ്ണായിട്ട്. അമ്മായി ഓൻ നന്നായിക്കോളും, എനിക്ക് ഉറപ്പാ. എന്റെ ഇക്കന്റെ കാലശേഷം അവനൊരാള് കൂടെ വേണ്ടേ? ഇക്കണ്ട സ്വത്തും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അവനെ കൊണ്ട് തന്നെ പറ്റുമോ? നിന്നെ പോലെ ഒരാൾ കൂടെ ഉണ്ടായാൽ. മതി, നിർത്ത്. ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ മോളെ? വയ്യായിക്കുള്ള സ്വന്തം മകന് വേണ്ടി ഒരു നേർച്ചക്കോഴിയെ പോലെ ഒഴിഞ്ഞിട്ട് സ്നേഹിക്കായിരുന്നു നിങ്ങൾ എന്നെ അല്ലേ? എന്താ മോളെ ഈ പറയണത്? കൂടെ ഉണ്ടാവും ഞാൻ. എന്റെ നൗഫക്കയുടെ കൂടെ മരണം വരെ കൂടെ ഉണ്ടാവും ഞാൻ. പക്ഷെ അത് അമ്മായി ഉദ്ദേശിച്ച പോലെയല്ല. നിങ്ങളുടെ സ്വത്ത് കണ്ട് മഞ്ഞളിച്ചിട്ടുമല്ല. നൗഫക്കാന്റെ നല്ല പെങ്ങളായിട്ട് മാത്രം. മോളെ, നീ ഒന്നുകൂടി ആലോചിക്ക. എനിക്കിതൊന്നും ആലോചിക്കാനില്ല. നൗഫക്ക എന്റെ മൂത്ത സഹോദരൻ മാത്രം. ഇക്ക, ഓൻ എവിടെ താമസിക്കണത്? വല്ല വിവരം കിട്ടിയോ? ഓൻ അറിയാതെ നമുക്കൊന്നു പോയി കാണാമായിരുന്നു. ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷേ അവന്റെ പേരും പറഞ്ഞ് ആ ഭാഗത്തേക്ക് ചെല്ലരുന്ന രാജീവ് പറഞ്ഞത്. അതെന്തേ? താമസിക്കുന്ന റൂമിൽ വെളുപ്പാങ്കാലത്ത് കുടിച്ച് ലക്കില്ലാതെ കയറി ചെല്ലുന്നെന്നും കൂടെയുള്ളവരെ ചീത്ത വിളിക്കുന്നു പറയുന്നു. എന്താ സത്യം ആർക്കറിയാം? ആകെ ഒന്നിനെയല്ലേ നീ എനിക്ക് തന്നുള്ളൂ. അതിന് നല്ല വഴിക്ക് നടത്തി തരണേ എന്റെ റബ്ബേ. എന്തൊക്കെയായാലും എനിക്ക് അവനെ ഒന്ന് കാണണം. കാണാം. നീ സബൂറാക്ക്. ആ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചറിയട്ടെ. മുനവറിനെ പേടിച്ച് രാജീവ് ബോധപൂർവം പറയാത്തതാ. അവന്റെ കാശുണ്ടാവോ? കാശൊക്കെ ഇപ്പോ ഇഷ്ടം പോലെ ഉണ്ടെന്നാ രാജീവ് പറഞ്ഞത്. എന്തെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാ ഫോണും എടുക്കൂല. എന്താ ചെയ്യാ? സാരമില്ല, എല്ലാം ശരിയാവും. എന്തൊക്കെ ഞാൻ കേൾക്കുന്നത്? വെള്ളം അടിച്ച് റൂമിൽ വരിക, അലമ്പുണ്ടാക്കുക, എന്നിട്ടോ അതയാളെ അറിയിക്കുക, ബഹളം വയ്ക്കുക, കൂടാതെ പണവും മോഷ്ടിക്കുക. നിന്നെ അയാളെ ഏൽപ്പിച്ചെന്ന് ഞാനാണെന്നുള്ള കാര്യങ്ങൾ നീ ഓർക്കണമായിരുന്നു. ഓഹോ, ഇതാണോ ഇത്ര വലിയ പുകിലായത്? അയാളുടെ 500 ദിർഹംസ് ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല. എനിക്കൊരു 500 ദിർഹംസിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതെങ്ങനെ സംഘടിപ്പിക്കുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാ അയാളുടെ പേഴ്സ് കെട്ടിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എടുത്തത്. അത് ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുത്ത പ്രശ്നം തീർന്നല്ലോ. അയാൾ നീ മോഷ്ടിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. കാണാതായ കഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യമെങ്കിലും നീ ഓർക്കണമായിരുന്നു. എല്ലാവരും നിന്റെ ബാപ്പാനെ പോലെ ആയിരിക്കണമെന്നില്ല. 10-16 മണിക്കൂർ ചോര നീരാക്കിയിട്ട് കിട്ടുന്ന ശമ്പളം 1000-1500.
അത് ഇവിടുത്തെ റൂമിന്റെയും ചെലവിന്റെയും കഴിച്ച് ബാക്കി നാട്ടിലെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ അയച്ചു കൊടുക്കാൻ വെച്ചായിരിക്കും. അത് നീ ഓർക്കണം മുനവർ. എന്റെ വാപ്പ എന്ത് പറഞ്ഞാലും ആ മനുഷ്യനെ പറ്റി മാത്രം നീ എന്നോട് പറയരുത്. നിന്റെ ഉമ്മയെ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആ നല്ല മനുഷ്യനെ കുറിച്ച് നീ അങ്ങനെ തന്നെ പറയണം. നിന്റെ സ്വന്തം വാപ്പ ആകാതിരുന്നാണോ അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? നീ ഒന്ന് ഓർത്തു നോക്ക്. ഒരു ചോര കുഞ്ഞുള്ള സ്ത്രീയെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുകയും ആ കുഞ്ഞിനെ പൊന്നു പോലെ വളർത്തുകയും ചെയ്ത ആ മനുഷ്യന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണോ മുനോവർ? എനിക്ക് ഈ വേദാന്തങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല. എന്നെ നീ കാണണമെന്ന് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്റെ സ്വൈര്യം കെടുത്താനാണോ? മനുഷ്യർക്ക് വീറും വാശിയും വേണം. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു പരിധിവരെ നല്ലതാ. പക്ഷെ നിന്റെ ഈ എടുത്തുചാട്ടം ഉണ്ടല്ലോ, അത് ഗട്സ് ഉള്ളവർക്ക് ചേർന്നതല്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇതാ നിന്റെ പ്രശ്നം. എന്തായാലും പറയുമ്പോ ചൂടാവും. എനിക്ക് സംഗതി പിടികിട്ടി. എന്ത്? ആ കിളവൻ എനിക്കെതിരെ നിന്നോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ ആ റൂം വെക്കറ്റ് ചെയ്തേക്കാം. ഇതാണോ ഞാൻ നിന്നോട് പറഞ്ഞത്? പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ പോവാ. ഹലോ, മാഹിനിക്കല്ലേ? അല്ല ശാഫനിയ, എന്താ മോളെ വിശേഷം? ഇക്ക എനിക്കൊന്ന് കാണണമായിരുന്നു. ഒരു കാര്യം സംസാരിക്കാനാ. എപ്പോഴും സൗകര്യം ഉണ്ടാവുക? മോള് പറഞ്ഞാ മതി. എപ്പോഴാ എവിടെയാന്ന് വെച്ചാ ഞാൻ വരാം. ശരി ഇക്ക, ഞാൻ അറിയിക്കാം. ഒക്കെ അറിയാലോ, പിന്നെന്തിനാ വെറുതെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞാനേ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ആ നമുക്ക് നന്നായിട്ട് കൂടണം. നേരത്തെ പറഞ്ഞു. മുനവറേ, ആ എടാ ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം. നീ എനിക്കൊരു ഉപകാരം ചെയ്യും. എന്താ? എന്നെ കൊണ്ട് ആവുന്നതാണെങ്കിൽ ചെയ്യാം. ഈ മൊബൈൽ കമ്പനിക്കാർക്ക് അവിടെ വേറൊരു പണിയില്ലാന്ന് തോന്നുന്നു. ഏതു നേരം മെസ്സേജാണ് മെസ്സേജ്. എന്നെ പോലെ 4ാം ക്ലാസ്സുകാർക്ക് ഈ ഭാഷ ഒട്ട് വശവും ഇല്ല. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ആ മൊബൈൽ കമ്പനി പോയി കംപ്ലൈന്റ് ചെയ്യേ. അതല്ല മോനെ, ഇപ്പൊ ഞാൻ വരുന്ന ബൈക്ക് ഒരു മെസ്സേജ് വന്നു. അത് വായിപ്പിച്ചെടുക്കാൻ ബൈയിൽ ആരെയോട്ട് കണ്ടുമില്ല. മോനവർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് വേറെ ആരുടെ സഹായം എനിക്ക് വേണ്ടല്ല. ആ മൊബൈൽ നോക്കട്ടെ. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച മെസ്സേജ് ഒന്നുമല്ല. എന്റെ റബ്ബേ, ഇത് വല്ല കേസും കുലുമാലും ആണോ മോനെ? ഏയ്, ഇത് കേസും കുലുമാലൊന്നുമല്ല. നിങ്ങൾ രക്ഷപ്പെടാൻ പോവാ. എന്താന്ന് വെച്ചോ തെളിച്ചു പറയണ്ട മുനവരെ. 5 ലക്ഷം ദിറംസ് ലോട്ടറി അടിച്ചെന്നുള്ള മെസ്സേജാ. എനിക്കോ? അതെങ്ങനെ? പഠിച്ചോന്റെ ജീവിതത്തിൽ ഇന്നുവരെ ലോട്ടറി എടുക്കാത്ത എനിക്ക് ലോട്ടറി അടിച്ചെന്ന ഓരിക്കാളുമാരുതാവും. നീ നമ്മളെ കളിയാക്കണോ? ഇതേ കളിയും തമാശയൊന്നുമില്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. നമ്മുടെ ഫോൺ കമ്പനി ഓരോ മാസവും ഓരോ വ്യക്തിക്ക് കൊടുക്കുന്ന ക്യാഷ് പ്രൈസിന്റെ ഓഫറായി വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഇതിലുണ്ട്. അതെന്താ? ഇനി ഇത് കാണുന്നവരെയൊക്കെ കാണിച്ച് ഒരുപാട് പരസ്യമാക്കണ്ട. അങ്ങനെ വന്നാലേ ഈ പ്രൈസ് കൊണ്ട് ആമ്പിള്ളേർ അങ്ങ് പോവും. കാരണം ഈ മൊബൈൽ നമ്പറിന്മേലുള്ള കളിയത്. മുനവരെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേതൊരാളും അങ്ങനെ. ഇത്തരം സന്ദർഭങ്ങളിൽ ആരും ഒന്നിനെ വിശ്വസിക്കില്ല. അതല്ല മുനവരെ, എനിക്കൊരു സംശയം. ഓ, ഇത് വലിയ ശല്യായല്ലോ. അല്ല മോനെ, അറിയാത്തോണ്ടല്ലേ ഈ പൈസ എനിക്കങ്ങനെ കിട്ടും. 2 ദിവസത്തിനകം അവർ നിങ്ങളെ ബന്ധപ്പെടുമെന്ന ഈ മെസ്സേജിലുള്ളത്. അൽഹംദുലില്ലാ, എല്ലാം അവരുടെ പ്രാർത്ഥന. എന്റെ ബീവിയുടെ മക്കളുടെ നാളെ രാവിലെ തന്നെ ഓളെ വിളിക്കണം. എന്നിട്ടെല്ലാം പറയണം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പറയാം. ഇത് കയ്യിൽ കിട്ടിയിട്ട് വേണം കുറച്ചു കാലം പുരയിൽ അടങ്ങി ഒതുങ്ങി കിടാങ്ങളോടൊപ്പം കിടന്നു ഉറങ്ങാനാ. ഹലോ ഹലോ, എടി ഇത് ഞാനാ. ഞാൻ ഒരു സന്തോഷ വർത്താനം പറയട്ടെ. നമ്മള് രക്ഷപ്പെടാൻ പോവാടി. നമുക്ക് ലോട്ടറി അടിച്ച്. ലോട്ടറി! അല്ലാ, ഫോൺ. ഹലോ, ഞാൻ സൗമ്യ. എന്തൊക്കെയുണ്ടടി വിശേഷങ്ങള്? എത്ര കാലമായി പെണ്ണെ ഒന്ന് കണ്ടിട്ട്? അതിനെന്താ, നമുക്ക് കാണാലോ. നീ അങ്ങ് തടിച്ച് ഉണ്ടപ്പക്രുവാന്നൊക്കെ കേട്ടല്ലോ. ഒന്ന് പോടി അവിടുന്ന്. അല്ല, നീ ഇവിടെ സത്വയിലല്ലേ താമസം? എന്താ
നീ സത്വയിൽ വരുന്നുണ്ടോ? ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഒന്ന് വാടി. സോറി, ഞാൻ അല്പം തിരക്കില്ല. എന്നാ ശരി, ഓക്കേടി. ഓക്കെ, ഷഫന, ദാ വരുന്നു. മോള് വിഷമിക്കാതെ. ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് ആരും മോളെ നിക്കാഹ് ചെയ്യിക്കൂല. ഇക്ക വിചാരിക്കും പോലെ അല്ല കാര്യങ്ങള്. ഞാൻ പറഞ്ഞില്ലേ, മാമയ്ക്ക് ഒരുതരം വാശിയ. ഒറ്റ മകനേ ഉള്ളൂ, ഒരുപാട് സമ്പാദ്യമുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയെ. ഒക്കെ ശരിയായിരിക്കും. മോള് വിഷമിക്കണ്ട. മാമാനോട് ഇക്കാര്യം ഞമ്മള് സംസാരിക്കാം. ഞാനിനി കമ്പനി അക്കോമഡേഷനിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക. മോളിപ്പോ അങ്ങനെയൊന്നും ചെയ്യണ്ട. അതൊക്കെ എടുത്തുചാട്ടാവും. എനിക്കിതൊന്നും പറയാൻ മറ്റാരും ഇല്ലാത്തോണ്ട്, എന്റെ ബാപ്പാടെ സ്ഥാനത്ത് ഞാൻ ഇക്കാനെ കണ്ടതുകൊണ്ട് ഇതൊക്കെ പറയുന്നേ. എന്താ ഇത്? എന്റെ ഷാജഹാന്റെ മോള് സങ്കടപ്പെടുക? ആ, അതൊക്കെ പോട്ടെ. മോളോട് എനിക്കൊരു സന്തോഷം തരുന്ന കാര്യം പറയാനുണ്ട്. എന്താ ഇക്ക? ഇക്കാര്യം മോള് മറ്റാരോടും പറയരുത്. ഞാൻ ആരോട് പറയാന്? എനിക്ക് ലോട്ടറി അടിച്ചു കുട്ടിയെ. ഏത് ലോട്ടറി? നമ്മുടെ മൊബൈൽ കമ്പനി തരുന്ന ലോട്ടറി. ഏത് മൊബൈൽ കമ്പനി? ഇതിലുള്ള മെസ്സേജ് വായിച്ചാല് മോക്ക് സംഗതി മൊത്തം പിടികിട്ടും. ഇക്ക, ഇതിലങ്ങനെ ഒരു മെസ്സേജ് ഇല്ലല്ലോ. ആരൊക്കെ എടുത്ത് പറഞ്ഞത്? മോൾ എന്നെ കളിയാക്കാൻ വേണ്ടി പറയാ. നല്ലോണം നോക്കി. ഇതിലാകെ 3 മെസ്സേജാ ഉള്ളത്. അത് 3 സിം കാർഡ് റീചാർജ് ചെയ്യാനുള്ള സമയമായി എന്നുള്ളതാ. എന്റെ റബ്ബേ, ഞാൻ കണ്ട കിനാക്കളൊക്കെ വെറുതെ ആയില്ല. അല്ലാ, ഇക്കയോട് ആരെയും നുണ പറഞ്ഞത്? മുനവർ ഇക്ക, ഇക്ക, എന്തു പറ്റി ഇക്ക? ഇക്ക, ഇക്ക, അയ്യോ അല്ല, അയ്യോ ഇക്ക, എന്തു പറ്റി ഇക്ക? അല്ല ഇക്ക, അയ്യോ ഒന്ന് ഓടി വരണേ. ഇക്ക, ഇക്ക, ഇക്ക. ഡോക്ടർ, മാഹി എന്ന പേഷ്യന്റ് എങ്ങനെയുണ്ട്? കുട്ടി മാഹിന്റെ ആരാണ്? മോള. മാഹിനിക്കായ്ക്ക് ഞാൻ അറിയാത്തൊരു മോള്. സോറി ഡോക്ടർ, ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ മോള്. മാഹിനിക്ക കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ചികിത്സിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. മുമ്പ് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന്. ഇപ്പൊ എന്താണാവോ സംഭവിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ല. എനിവേ, ഇറ്റ്സ് ഓൾറൈറ്റ് നൗ. ഇന്ന് ഏതായാലും ഐസിയുയിൽ കിടന്നോട്ടെ, നാളെ നമുക്ക് വാർഡിലേക്ക് മാറ്റാം. ഡോക്ടർ, ഒന്ന് കാണാൻ. സോറി, അദ്ദേഹം സഡേഷനിലാണ്. ഓക്കെ. ആ സൗമ്യ, നീ എവിടെയാ? ഞാനിവിടെ ന്യൂ ഫാത്തിമ ഹോസ്പിറ്റലിലുണ്ട്. അമ്മയെ കാണിക്കാൻ വന്നതാ. എന്നിട്ട് കാണിച്ചോ? കാണിച്ചു. അമ്മ ടാക്സി പിടിച്ച് തിരിച്ചുപോയി. ഞാൻ ഇവിടെ ബ്ലഡ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്, മുകളിൽ ഐസിയുന്റെ അടുത്തേക്ക് വാ. എന്തു പറ്റി? ആരെ അഡ്മിറ്റ്? അതൊക്കെ പറയാം, നീ ഇങ്ങ വാ. ദാ ഞാനിതാ എത്തി. ഡോക്ടർ എന്താ പറഞ്ഞത്? പേടിക്കാനൊന്നുമില്ല, അപകടനില തരണം ചെയ്തു എന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആരെയും അകത്തേക്ക് കയറ്റി വിടണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ആരെയും മുനവർ? അവനെ വിവരം അറിയിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്താ, പക്ഷെ മൊബൈൽ സ്വിച്ച് ഓഫാ. അതല്ല വിഷയം, അവനും നിങ്ങളും തമ്മിലുള്ള ബന്ധം. അവന്റെ ക്ലോസ് ഫ്രണ്ടാണ്, മായക്കയുടെ റൂംമേറ്റോ. എനിക്ക് അയാളെ ഒന്ന് കാണണമായിരുന്നു. അതിനെന്താ, നാളെ തന്നെ കാണാമല്ലോ.
ഇക്ക ഗുളികയെല്ലാം കഴിച്ചോ? കഴിച്ചു കുട്ടിയെ, വല്ലാത്ത കയ്പ്. അസുഖം മാറാൻ മരുന്ന് കഴിക്കണം. അതിന് കയ്പ് മധുരമൊന്നും നോക്കാൻ പാടില്ല. നോക്കണേ, പഠിച്ചോന്റെ ഓരോരോ കുതിർത്ത്. മുമ്പൊക്കെ ഞാൻ ആശുപത്രി കിടന്നാ മോളുടെ ബാപ്പയായിരുന്നു ഇന്നും കൂടെ. ഇക്ക ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. ആ, മുനവർ മോനോ? മായിക്ക എങ്ങനെയുണ്ട് മായിക്ക? ഭേദമുണ്ട്. ഗുളികയൊക്കെ കഴിച്ചോ? കഴിച്ചു ഡോക്ടർ. പ്ലീസ് ഒന്ന് പുറത്ത് നിൽക്കൂ. നിങ്ങളാണ് മുനവർ അല്ലേ? നിങ്ങളുടെ റൂംമേറ്റ് അല്ലേ മാഹിനിക്ക? ഒരു പാവ മനുഷ്യന്റെ ജീവിതം കൊണ്ട് വേണമായിരുന്നു ഈ കുട്ടിക്കളി. ഞാനതിത്ര സീരിയസ് ആവുന്ന കരുതിയില്ല. മാഹിനിക്ക് എന്റെ ആരും അല്ലെങ്കിലും ഞാൻ എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് കാണുന്ന ഒരാളാ. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്നലെ രാജീവ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. മുനവറിനറിയോ, 3 വർഷമായി ഡോക്ടർ ലിസിയുടെ സ്ഥിരം പേഷ്യന്റാ മാഹിനിക്ക. ഇതിനു മുമ്പൊരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നയാളാ. ഇനിയൊരു അറ്റാക്ക് കൂടി വന്നാൽ ഒരുപക്ഷെ 2 പെൺകുട്ടികളും അവരുടെ അമ്മയെ അനാഥരാവും. ആ ഇന്നൊരു ദിവസം കൂടി ഇവിടെ റെസ്റ്റ് എടുത്തോട്ടെ. നാളെ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. എടാ മുനോവർ, നീ എവിടെയായിരുന്നു? ഇന്ന് കാലത്തോട്ട് ഞാൻ നിന്നെ അന്വേഷിക്കുക. നിന്റെ മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫും. ഏതായാലും നീ മായക്കെ കാണാൻ വന്നല്ലോ, എനിക്കത് മാത്രം മതി. അതെന്താ രാജീവ്? ഇന്നലെ രാത്രി ഞാൻ ഇവനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോ ഇവന് ഡൗട്ടായിരുന്നു. കാരണം ഇവനെല്ലാം കളിതമാശാണല്ലോ. താനൊക്കെ എന്ത് മനുഷ്യനാണോ? അദ്ദേഹം ആരാന്ന് നിനക്കറിയോ? രാജീവ്, ഞാനിത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ആ സ്നേഹവാത്സല്യം, ആ സ്വാന്തനം എത്ര വില കൊടുത്താലും കിട്ടുക? എന്റെ മായിക്ക് ഈ പരുവത്തെ കാണാനിടയൊക്കെ നിന്നെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ? മനസ്സിലുള്ളത് മൊത്തം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല. നിങ്ങളൊന്നും അറിയാത്ത ആ മനസ്സ് അതെനിക്കറിയാം. ആരും ഉപേക്ഷിച്ചിട്ട് പോയ ഒരു പെണ്ണിനെയും 2 പെൺമക്കളെയും സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത മഹാത്യാഗിയാണ് അയാൾ. മുമ്പൊരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു ഇക്കാക്ക് സ്വന്തം ചോരയെ പിറന്നൊരു കുഞ്ഞു വേണ്ടെന്ന്. അന്ന് അയാൾ പറഞ്ഞ മറുപടി എന്താണെന്ന് എനിക്കറിയോ? സ്വന്തം രക്തത്തിലൊന്നുണ്ടാവുമ്പോൾ അതിനോട് ഇത്തിരി അടുപ്പം കൂടും. അത് ഭാര്യയ്ക്കും മക്കൾക്കും വിഷമമുണ്ടാക്കുന്നു. ചെറിയ പ്രായത്തിലെ കുറെ അനുഭവിച്ചുള്ള എന്റെ ഭാര്യയാണ്. ഇനി ഞാൻ കാരണം അവക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കണ്ടെന്ന്. പിന്നെ ആ മക്കൾക്കാണെങ്കിൽ ഞാനെന്ന് വെച്ചാൽ സ്വന്തം ബാപ്പയെ പോലെയാന്ന്. അതിൽ ഞാൻ സംതൃപ്തനാണെന്ന്. അതാണ് മായിക്ക. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോന്ന് പറഞ്ഞ് സമയം പോയി. വാ, നമുക്ക് മായിക്ക കാണാം. ആ സ്നേഹവാത്സല്യം, ആ സ്വാതന്ത്ര്യം എത്ര വില കൊടുത്താലും കിട്ടുക? ഒരു പാവ മനുഷ്യന്റെ ജീവിതം കൊണ്ട് വേണമായിരുന്നു ഈ കുട്ടിക്കളി. എന്താ ഇവിടെ? ഏയ്, ഷഫ്നെ ഒന്ന് കാണാൻ. എന്തു പറ്റി? ഒന്നുമില്ല. പിന്നെ ഷഫ്ന മാഹിനിക്കാട് അടുത്ത് പോയിരുന്നോ? ഞാനിന്ന് രാവിലെ ഫോൺ ചെയ്തിരുന്നു. ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു. എന്താ, മുനവർ പോയില്ലേ? ഇല്ല. അതെന്താ? ഞാനൊരുത്തൻ കാരണമല്ലേ ആ പാവം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. ഒരു തെറ്റ് ഏത് പോലീസുകാരനും പറ്റും. അത് ഇനി ആവർത്തിക്കാതിരുന്നാ മതി.
ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ ഏത് നദിയിലാണ് മുങ്ങിക്കുളിക്കേണ്ടത്? മുനവർ ടെൻഷൻ ആവാതെ പോയി മാഹിനിക്കെ കാണ്. മാപ്പ് പറയ്, അത്രേ വേണ്ടു. എല്ലാവരുടെ മുമ്പിലും ഞാനിപ്പോ കുറ്റവാളിയാ. ഒരിക്കലും അല്ല. മുനവറിന്റെ മനസ്സ് ഞാനിപ്പോ കാണുന്നു. അത് നിഷ്കളങ്കമാ. ടെൻഷൻ അടിക്കാതെ മുനവർ പോയിക്കോ. എന്നെ മാമ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. ആ ഹലോ മാമ, ഞാനിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ആ ഞാനിപ്പോ വരാവേ. എന്തൊക്കെ ഇത്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോ കരയേ? അല്ലട രാജീവേ, പിന്നെ എന്റെ കുട്ടികളോട് ആദ്യമായിട്ട് ഞാൻ കള്ളത്തരം പറഞ്ഞു. എന്ത് കള്ളത്തരം? എനിക്ക് ലോട്ടറി അടിച്ച കാര്യേ ഞാൻ അവർക്ക് ഒരുപാട് ആശയം കൊടുത്തു. പക്ഷെ അതൊരു പറ്റിപ്പായിരുന്നെന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല. കുറച്ചു മുന്നേ ഞാൻ വിളിച്ചിരുന്നപ്പോ 2 ദിവസം കഴിഞ്ഞ് പൈസ കിട്ടുമെന്നും ഞാൻ പറഞ്ഞു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതോർത്തിട്ട് മായ്ക്ക് ടെൻഷൻ അടിക്കണ്ട. ബില്ല് എത്രയായത്? ഞാൻ നിനക്ക് പിന്നെയും കടക്കാരനായല്ലോ രാജീവേ. ഹേയ്, അതൊന്നും ഓർത്ത് ഇക്ക് വിഷമിക്കണ്ട. ഹോസ്പിറ്റലിലെ ബില്ല് മുഴുവൻ മുനോറ കൊടുത്തത്. അതിന്റെ നീ അവനോട് പറഞ്ഞത്? ഞാൻ പറയാതെ തന്നെ അവൻ കൊടുത്തു. അവൻ അഡ്വാൻസ് ആയിട്ട് എല്ലാം പേ ചെയ്തിരുന്നു. സാധനങ്ങളൊന്നും റൂമിൽ വെച്ച് മറന്നിട്ടില്ലല്ലോ? ഇല്ലില്ല, അതെല്ലാം ഞാൻ കാറിൽ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാ പോയേക്കാം. ഓക്കെ, വാ മെല്ലെ. ശവനെ പേടിച്ചേ, ശവനെ പേടിച്ചേ, ശവനെ പേടിച്ചേ. ശവനാക്ക നല്ല മധുരണ്ട്, കഴിച്ചോ? എനിക്ക് വേണ്ട, നൗഫൊക്കെ കഴിച്ചോ? പറ്റില്ല, കഴിക്കണം. ഷഫിയൊക്കെ അറിയാ എന്തിനാ കരയണേ? എന്നോട് ദേഷ്യ? ഒന്നുമില്ല. ഷഫിനെ കരയുന്നു, ഷഫിനെ കരയുന്നു. എന്താ മോളെ, എന്തു പറ്റി? ഒന്നുമില്ല മാമ. ഒന്നുമില്ലാതെ കരയാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? മോളെ, നിന്നെ കുടുക്കിയിടാനോ വിഷമിപ്പിക്കാനൊന്നും അല്ല അന്ന് അമ്മായി എങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് മരണം വരെ രാജകീയമായിട്ട് ജീവിക്കാനുള്ളത് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെ അവന്റെ ചെറിയൊരു അസുഖം, അത് കാലക്രമേണ ഭേദമായിക്കൂടുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ അതൊന്നും ഓർക്കുന്നില്ല. പിന്നെ തൽക്കാലം കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നുമില്ല. ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ പതുക്കെ മതി, അല്ലെങ്കിൽ ആർക്കാ ഇവിടെ ധൃതി? ഈ ഒരു കാര്യത്തിൽ ഇനി ഒരു തീരുമാനം എനിക്കില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഐസ്ക്രീം. ആരോടെങ്കിലും ഉള്ള ദേഷ്യം എന്റെ മോനോട് നിങ്ങൾ തീർക്കണ്ട. ഇത്രയും കാലം നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കി വളർത്തി. അതിന് നീ തിരിച്ചു നൽകിയ നന്ദി വളരെ വലുതായി പോയി മോളെ. ആഹാ, ഇന്ന് മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല. അങ്ങനല്ല, എന്തോ ഉണ്ട്. ആ, ഞാനിന്നൊരാളെ പരിചയപ്പെട്ടു. നീ അറിയും, നമ്മുടെ മണി എക്സ്ചേഞ്ച് ജോലി തരുന്ന ഷാജഹാന്റെ മകൾ. അന്ന് അല്ലേനിൽ ആക്സിഡന്റിൽ മരിച്ച. ആ അതെ അതെ, ഓൾക്കും ആ എക്സ്ചേഞ്ചിലായിപ്പോ ജോലി. ഒക്കെ പടച്ചമ്പുരാന്റെ ഒരു വിധിയേ. ഒരുപക്ഷെ പടച്ചോമ്പ്രാന്റെ വിധിയായിരിക്കാം ഇന്ന് എന്നെ ആ മുനിസിപ്പൽ പാർക്കിൽ പോവാൻ തോന്നിപ്പിച്ചത്. എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എനിക്കും ഒന്നും മനസ്സിലായില്ല. പാർക്കിൽ വെച്ച് നമ്മുടെ മുനവർ ഈ പെൺകുട്ടിയോട് സംസാരിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. പടച്ച റബ്ബേ, എന്താ ഞാൻ ഈ കേക്കണേ? അവൻ ഈ കുട്ടിയോട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ? ഏയ്, അവര് സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം ഞാൻ ആ കുട്ടിയെ പരിചയപ്പെട്ടു. അപ്പോഴാണ് അറിഞ്ഞത് അവള് ഷാജഹാന്റെ മകളാണെന്ന്. അവളുടെ സംസാരത്തിൽ മുനവറിനെ കുറിച്ച് നല്ല അഭിപ്രായമാ. രണ്ടുപേർക്കും ചെറിയൊരു ഇഷ്ടമുണ്ടോന്നൊരു സംശയം. സത്യാണോ നിങ്ങളീ പറയണത്? എന്റെ റബ്ബേ, എങ്ങനെങ്കിലും എന്റെ സ്വഭാവം ഒന്ന് മാറിയാ മതിയായിരുന്നു.
അല്ല, ഓള് നമ്മുടെ മുനോറിന് ചേരുവോ? ആഹാ, നീ അപ്പോഴേക്കും കല്യാണാലോചന തുടങ്ങിയോ? ഓ, ഞാൻ അങ്ങോട്ട് നടത്തി. നിങ്ങളിരിക്കെ, ഞാൻ ചായ ഇട്ടുണ്ട് വരാം. ഹലോ. ഹലോ, എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലായി. ഇയാളെ കുറിച്ച് ഞാനിന്ന് പല കാര്യങ്ങളും കേട്ടു. നേരാണോ ഇതൊക്കെ? ഈ മുനവറിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കവാറും സത്യവനെ തരുള്ളൂ. ഇത്രയും മോശപ്പെട്ട ആളാണോ? ഇപ്പോഴല്ല, നേരത്തെ ആയിരുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ അത് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവുന്ന കാര്യമില്ലല്ലോ. വിരോധമില്ലെങ്കിൽ നമുക്ക് നേരിട്ടൊന്ന് കാണാം നാളെ. അതിനെന്താ, തീർച്ചയായും വരാം. ഓക്കെ. ഓക്കെ, ബൈ. ശരി, ബൈ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും വീട്ടിലേക്കൊന്ന് പോയിക്കൂടെ? മുനവറിന്റെ സ്വന്തം ഉമ്മയുപ്പയുള്ള വീടല്ലേ അത്? എന്ന് നീ വിശ്വസിക്കണം ഷഫ്ന. ഞാൻ പോയിരുന്നു. എന്നിട്ട് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. എന്തുണ്ടായി? ആരും അറിയാതെ, ആരോടും പറയാതെ ഞാൻ സ്വയം എടുത്ത തീരുമാനത്തിൽ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി പോവായിരുന്നു. സമ്മതം ചോദിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അത് ഈ ബിസിനസിന്റെ ഒരു സ്റ്റൈലല്ല. എന്താ പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? ഇതൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ചേച്ചി, ഞങ്ങള് ബിസിനസ്സുകാരാ. കള്ള്, പെണ്ണ്, വിസ ഇതൊക്കെയാ ഞങ്ങളുടെ മെറ്റീരിയൽ. ബാപ്പാടെ സൂപ്പർ മാർക്കറ്റ് 25 വിസ ഉണ്ടെന്ന് പറഞ്ഞേ 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിപ്പോയതാ നിങ്ങളുടെ മോൻ. വർഷം ഒന്ന് കഴിഞ്ഞു. ഇപ്പൊ അത് വാപ്പയല്ല മോനല്ല എന്ന് പറഞ്ഞ് നാടകം കളിച്ച് മുങ്ങി നടക്കല്ലേ. ഇതൊക്കെ ഞങ്ങള് പറയുന്ന തേർഡ് ക്ലാസ് ഐഡിയ ആണ്. അത് വെച്ച് ഞങ്ങൾക്കിട്ട് പണിയാൻ നിന്നാലുണ്ടല്ലോ. എന്താ? ആരാ വന്നത്? അറിയില്ല. അവര് നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. മോൻ വിസയ്ക്ക് വാങ്ങി 1 ലക്ഷം ദർഹം ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ അവനെ കൊന്നുകളയെന്ന് പറഞ്ഞു. 1 ലക്ഷം? അങ്ങനെ അവര് പറഞ്ഞത്. വേഗം പോലീസിൽ അറിയിക്കണം, ഇല്ലെങ്കിൽ. ഏയ്, ഒന്നും വേണ്ട. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഒരു രേഖയില്ലാതെ ഇത്രയും തുക എറിഞ്ഞു കൊടുക്കാൻ അവർ ചില്ലറക്കാരാവോ? അപ്പോ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ സഹിക്കണം, ഒക്കെ സഹിക്കണം. ഇല്ലെങ്കിൽ തിരിഞ്ഞു പറഞ്ഞ് എല്ലാം കൂടി സ്വന്തം മകൻ അനുഭവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അത് സഹിക്കുമോ നിനക്ക്? കുഞ്ഞാക്ക. അതെ, തൽക്കാലം ഒപ്പിച്ചു കൊടുത്താൽ ആ പ്രശ്നം അവസാനിക്കില്ലേ? ഇതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ തീർത്തു. എന്നാൽ അവന്മാർ നല്ലവരാ. നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. സമാധാനം. തൽക്കാലം നീ വാ, നടക്കും. ഇവിടെ ഞങ്ങക്ക് സമാധാനം തരില്ലേ? ഉമ്മ. ഉമ്മ? ആരാ നിന്റെ ഉമ്മ? കണ്ട തെമ്മാടികളുടെ തല്ലും കൊണ്ട് ജീവൻ പോയെന്ന് നോക്കാൻ വന്നതാണോ? ഉമ്മ, ഞാൻ പറയട്ടെ? ഞാൻ പറയാം കുഞ്ഞാക്ക. ഇവൻ കാരണം സ്വന്തം വീട്ടിൽ കൂടി മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതെയാ ഇങ്ങോട്ട് വന്നത്. എന്ത് തെറ്റാടാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? മുലപ്പാല് തന്നെയല്ലേ നിനക്ക് തന്നത്, അല്ലാതെ വിഷമൊന്നും അല്ലല്ലോ. മതി പറഞ്ഞത്. പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇവനെ കണ്ടൊന്നു വരില്ല. 25 കൊല്ലം തീറ്റിപ്പോറ്റിയ ഇവരെ നിനക്ക് വേണ്ടെങ്കിൽ നിന്നെ എനിക്കും വേണ്ട. എന്റെ മയ്യത്ത് കാണാൻ പോലും നീ വന്നേക്കരുത്. പൊയ്ക്കോ, പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോവാൻ. കുഞ്ഞോളെ, മോനെ, മുനോറെ, മോനെ, കുഞ്ഞോളെ. ആ നേരത്തെ സങ്കടത്തിന് ഉമ്മ അങ്ങനെ പറഞ്ഞു. അത് ശരി തന്നെയാ. അതൊക്കെ മറന്ന് നാളെ വീണ്ടും മുനവർ പോണം. ആ മനസ്സ് മുനവറിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ചെറിയൊരു സംസാരത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ഷഫ്ന, ചെയ്തു പോയ തെറ്റിന് എന്ത് പശ്ചാത്താപാ ഞാൻ ചെയ്യേണ്ടത്? ഏത് പുണ്യനദിയിലാ പോയി കുളിക്കേണ്ടത്? മുനവറിനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാരമില്ല, ഒക്കെ ശരിയാവുന്നെന്റെ മനസ്സ് പറയുന്നു. ഒരു സങ്കടം ആരോടെങ്കിലും പറഞ്ഞാൽ തീരുവെന്ന കേട്ടുകേൾവി. ഇപ്പൊ എനിക്ക് ആശ്വാസമായി. ഞാൻ പോവാ. കൊള്ളാം. അങ്ങനെ നല്ല കുട്ടിയായി പോയിക്കോ. അതിനു മുമ്പ് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പോകും മുമ്പ് എന്താന്ന് വെച്ചാ പറ. വേണ്ട, അത് പിന്നെ പറയാം.
നമ്മൾ എത്രയൊക്കെ സംസാരിച്ചു, നമുക്കിടയിൽ മറച്ചു വെക്കാൻ എന്താ കാര്യം? അത് വാക്കുകൾ കൊണ്ട് മറച്ചു വയ്ക്കാൻ പറ്റുന്ന ഒന്ന്, പക്ഷേ മനസ്സുകൊണ്ട് മറച്ചു വയ്ക്കാൻ പറ്റാത്ത ഒന്ന്. ഒന്ന് തെളിച്ച് പറ മുനവർ. ഞാൻ വിളിച്ചാൽ ഷഫ്ന വരുമോ? എങ്ങോട്ട്? എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വിധികർത്താവായി എന്റെ ജീവിതത്തിലേക്ക്. മുനവർ, അതെ, ഈ വേനലിന്റെ നാട്ടിൽ നമ്മളൊക്കെ വെറും വേനൽ പക്ഷികൾ. നമുക്കിടയിലുള്ളത് പങ്കുവയ്ക്കാൻ നമ്മൾ മാത്രം. എടോ പകയാ, മനുഷ്യനെ നട്ടം തിരിപ്പിക്ക. നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ പോരെ? ചില സ്വകാര്യങ്ങൾ പറയാൻ അതിന് സ്വസ്ഥമായൊരു സ്ഥലം, അത്രേ കരുതിയുള്ളൂ. എന്താ ഇതിൽ പുത്തരി? ഇതല്പം സീരിയസ് വിഷയ. ഈ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച? അതിന് കുന്നുപോലെ മുന്നിൽ കിടക്കല്ലേ ബാധ്യതകൾ. അതൊക്കെ തീർന്നിട്ട് വേണ്ടേ? ഒക്കെ ഒരാൾ മുകളിലിരുന്ന് കാണണല്ലോ. ക്ഷമിക്ക്, ഇതൊക്കെ തീരുന്നൊരു കാലം വരും. പിന്നെ പിന്നെ നമ്മുടെ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയില്ലേ? ശബനയാ? അതെ, ആ കുട്ടിയുടെ കാര്യം പറയാനാ ഞാൻ മായ്ക്ക് വിളിച്ചത്. ഈ കാര്യം പറയേ. നമ്മുടെ മുനോറിന് ആ കുട്ടി ഇഷ്ടം. എന്റെ ഹോജരാജാവായ തമ്പുരാനെ, ഞാൻ എന്തേ ഈ കേക്കണേ? മുനവറിന് ഓളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാനാണ് എന്റെ പുറപ്പാടെങ്കില് അത് നടക്കില്ല മോനെ. ഓളെ കെട്ടാൻ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനത്തെ വല്ല നല്ല പുയ്യാപ്പിളാരെ കിട്ടും. മുനോവറിന് എന്താ കുഴപ്പം? ഡോക്ടറും എഞ്ചിനീയറും ഒന്നും അല്ലാന്നല്ലേ ഉള്ളൂ. ഓരിക്ക് എന്ത് കുഴപ്പം ഇല്ലാത്തത്? ഇക്കൊക്കെ അറിയോ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൻ ആളാകെ മാറി. അവനിപ്പോ പുതിയൊരു മനുഷ്യനാ. വെറുതെ പറയുന്നല്ല. മായിക്ക് ഹോസ്പിറ്റലിലുള്ള ഒരു രാത്രി മദ്യക്കുപ്പികളെല്ലാം എറിഞ്ഞുടച്ച് കുറ്റമേറ്റു പറഞ്ഞവൻ. ഇക്കെ ഫേസ് ചെയ്യാനുള്ള ഭയം കാരണ ഇക്കോടൊന്നും അവൻ തുറന്നു പറയാത്തത്. ചെറിയൊരു സംശയം എനിക്കും ഈയിടെ ഉണ്ടായിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പേടിക്കുമെന്ന് പറഞ്ഞ പോലെയാ എന്റെ അവസ്ഥ. ഇക്ക, ഒരു പെണ്ണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഏത് തെമ്മാടിയുടെയും ഹൃദയം ലോലമാകുന്ന ചൊല്ല്. ഒരുപാട് പെണ്ണുങ്ങൾ വന്നിട്ട് മനസ്സ് നന്നാവാത്തനവന് പിന്നെ എങ്ങനെയാ ഒരുത്തി വന്നിട്ട്? ഷഫന അങ്ങനത്തെ ഒരു പെണ്ണല്ലല്ലോ. ചുരുക്കം പറഞ്ഞാ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ട. ഇതൊന്ന് യോജിപ്പിക്കാൻ ഇനി മായനിക്ക് വേണം. ഓ, പാലം കടക്കോളം ഞമ്മളൊരു നാരായണനാവണോന്ന് അങ്ങനൊന്നും പറയില്ലേക്ക. എന്നെ പറ്റി 2 ദിവസം കഴിഞ്ഞ് ശരീരം തളർന്നു പോകാതെ എന്റെ ഉമ്മാക്ക് സ്വന്തം കുഞ്ഞിനെ ഒന്ന് തലോടാൻ പോലും കൈപൊങ്ങാതെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കയ്യാറ് 16 വർഷം. ഉമ്മ കട്ടിലൊഴിഞ്ഞു പോയപ്പോ എടുത്താ പൊങ്ങാത്ത കടം ബാക്കി. ഒരു കൊല്ലം തികഞ്ഞില്ല, ഉപ്പയും പോയി. തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാണ്ട് വന്നപ്പോഴാ ഞാൻ നാട് വിട്ടേ. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ ജീവിതത്തിൽ എനിക്ക് വലിയ ദണ്ണം ഉണ്ടാക്കിയിട്ടല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങള് മുനവർ തന്ന വേദന അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല. അവന്റെ വാക്ക് കേട്ട് ഞാൻ എന്റെ ബീവിക്കും കുട്ടികൾക്കും ആശ കൊടുത്തു. നജീബേ, ഞാൻ പറയാറില്ലേ, ആരും ഉപേക്ഷിച്ചു പോയ ഒരു പെണ്ണെയും അവളുടെ 2 പെൺകുട്ടികളെയും കുറിച്ച്. ഓർക്ക് വേണ്ടിയാ ഞാനിന്ന് ജീവിക്കുന്നേ. എന്ത് മറുപടി പറയണം എന്നെനിക്കറിയില്ല. ആ മുനവർ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മാഹിനക്ക, എന്നോട് പോർക്കണം, എന്നെ ശപിക്കരുത്. ആരോടൊക്കെയോ എന്തൊക്കെയോ വാശിയായിരുന്നു എനിക്ക്. മുനവർ, എന്താടാ ഇത്? ഇക്കെല്ലാം പൊറുക്കും. മുനവറെ, ഒരർത്ഥവും ഇല്ലാത്ത ബന്ധങ്ങളെ ഒരു കണക്കിന് പറയുമ്പോൾ നമ്മളൊക്കെ തമ്മിലുള്ളത്. പക്ഷേ സ്വന്തം ഉപ്പ ഉമ്മ അവരെ വെറുപ്പിച്ചിട്ട് മുന്നോട്ട് പോയാല് പഠിച്ചോ നിന്നോട് പൊറുക്കില്ല.
പോയി ആദ്യം ഉപ്പാനും ഉമ്മാനും കാണും. അത് തന്നെ ഞാൻ അവനോട് പറഞ്ഞത്. തനിച്ച് ചെല്ലാൻ മടിയാണെങ്കിൽ ഞങ്ങളും കൂടി വരാം. ഓനൊറ്റയ്ക്ക് കയറി ചെല്ലണം, അതാ വേണ്ടത്. ഒരന്യന്റെ സഹായമില്ലാതെ പിണങ്ങിപ്പോയിടത്തേക്ക് തിരികെ വരുന്ന മകനെ സ്വീകരിക്കുന്ന സ്നേഹമുഹൂർത്തം അത് അവര് തന്നെ ഒന്ന് ആസ്വദിക്കട്ടെ. ഇന്നിപ്പോ ഏതായാലും വൈകി. നാളെ കാലത്ത് തന്നെ നീ അവരെ ചെന്ന് കാണണം. പിന്നെ ഇക്ക പറഞ്ഞ കാര്യം മാഹിയും പറഞ്ഞതാ, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോ ഇത് നടക്കില്ല? പോടെ കള്ളച്ചക്ക, ഇത് ഞാൻ തന്നെ അങ്ങോട്ട് നടത്തും. ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. വാ, ഇന്ന് നിങ്ങൾക്ക് ഫുഡ് എന്റെ വകയാണ്. ആയിക്കോട്ടെ. വലൈക്കും അസ്സലാം. അതെ, ആ അത് ഞങ്ങളിന്ന് ഉറപ്പിച്ചു. പെട്ടെന്ന് ഒത്തുവന്ന ഒരു ബന്ധമായിരുന്നു. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുറവ് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഉടനെ തന്നെ നടത്താൻ തീരുമാനിച്ചു. ചെക്കന്റെ വീട്ടുകാരായിട്ട് ഉപ്പയും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുനവർ എന്നാ പേര്. പിന്നെ നിനക്കറിയാലോ, ഇവിടെ ഗൾഫിലാവുമ്പോ ഈ നാട്ടിലെ പോലെ വീട്ടുകാരും കുടുംബക്കാരും ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഷാജഹാനിക്ക ഇല്ലാത്ത കുറവൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഉഷാറായിട്ട് കല്യാണം നടത്തണം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് നേരിട്ട് സംസാരിക്കാം. വലൈക്കും അസ്സലാം. കൊറേ നേരായില്ലേ നമ്മൾ ഇതിനകത്തിരിക്കുന്നു. ഒന്ന് ഇറങ്ങാന്നേ. വാ, പുറത്തിറങ്ങാം. ഒരു കണക്കിന് നോക്കുമ്പോ അന്ന് അവൻ വീട് വിട്ടു പോയത് നന്നായി എന്ന് തോന്നുന്നു. ശരിയാ. അതുകൊണ്ടല്ലേ ഇങ്ങനൊരാടെ കയ്യിൽ എത്തിപ്പെട്ടതും അവന്റെ ജീവിതം തന്നെ മാറിപ്പോയതും. ശരിക്കും പറഞ്ഞ നമ്മൾ ആ മനുഷ്യന്റെ കാൽക്കൽ വീഴണമല്ലേ. കെട്ടിപ്പിടിച്ച് ഉമ്മയൊന്നും കൊടുത്തേ. നിങ്ങൾ കളിയാക്കല്ലേ. ഹലോ, ഉണ്ടല്ലോ. ഞാൻ കൊടുക്കാം. ഹലോ, ഞങ്ങള് കല്യാണം ക്ഷണിക്കാൻ വന്നതാ. അത് ശരി. ഇതാ നമ്മുടെ ഹീറോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മുനവർ എന്നും പറയും നിങ്ങളുടെ കാര്യം. നിങ്ങളെക്കുറിച്ച് പറഞ്ഞ അവന് 100 നാക്കാം. പ്രായം ഇത്തിരി ഉണ്ടേലും യുവമാരെ കൊത്താണ് എന്റെ ചങ്ങാത്തം. അതിനും വേണേ ഒരു ഭാഗ്യം. പക്ഷേ ഇവരെ പോലുള്ളവർ എനിക്ക് സൗഭാഗ്യം മാത്രമേ തന്നിട്ടുള്ളൂ. എവിടെ മുനവറിന്റെ ഉമ്മ വന്നിട്ടില്ലേ? ഞാനിവിടെ ഉണ്ടേ. എന്താ എന്ത് പറ്റി? എന്തുപറ്റി മൈക്ക? മൈക്ക 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 മൈക്ക
പേഷ്യന്റിന്റെ കൂടെയുള്ളത് ആരാ? ഞങ്ങളാ. ഭാര്യയോ മക്കളോ അങ്ങനെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും? അയാളുടെ മോനുണ്ട് ഇവിടെ. എന്താ എന്താ എല്ലാവരും എന്നെ നോക്കുന്നത്? എന്റെ മോൻ മുനിവറിന്റെ ഉപ്പയാ ഈ മാങ്ങനിക്ക. എവിടെ എവിടെ മുനിവർ? നീ സമാധാനമായിട്ടിരിക്കേ, അവൻ ഇപ്പൊ ഇങ്ങെത്തും. അബുദാബിയിൽ ആരെയോ കല്യാണം ക്ഷണിക്കാൻ പോയിരിക്കുക. ഇവിടെ അടുത്തെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 5 മിനിറ്റ് മുമ്പ് വിളിച്ചിരുന്നു. എന്താ മാഹിനിക്കൊക്കെ എങ്ങനെയുണ്ട്? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അത് എന്താടാ, എന്താ നീ ഒന്നും മിണ്ടാത്തേ? മായിക്ക. മാഹിനിക്കൊക്കെ എന്താ പറ്റിയേ? നമ്മുടെ മായിക്ക. മാഹിനിക്ക? നിന്റെ ആരാന്നറിയോ നിനക്ക്? മാഹിനിക്ക? നമ്മുടെ മാഹിനിക്ക എനിക്കാരാ? നമ്മുടെ മാനിക്ക നിന്റെ ഉപ്പയാടാ. നിന്റെ ഉപ്പ. മാഹിനിക്ക എന്റെ ഉപ്പയോ? അതെ. ഹേയ്, എന്താ തമാശ പറയാനുള്ള സമയ? തമാശയല്ല, നിന്റെ ഉപ്പയാടാ മുനവറെ. നമ്മുടെ മാനിക്ക നിന്റെ ഉപ്പയാ. മാഹിനിക്ക? മാഹിനിക്ക എന്റെ ഉപ്പയോ? എന്താ ഞാൻ കേക്കണേ? നീ കേട്ടില്ല ഇവൻ പറഞ്ഞത്? ഇവൻ പറഞ്ഞത് കേട്ടോ? മാഹിനിക്ക? മാഹിനിക്ക എന്റെ ഉപ്പയോ? എന്താ അവൻ പറഞ്ഞത്? പറ, എന്താ അവൻ പറഞ്ഞത്? മാഹിനിക്ക? മാഹിനിക്ക എന്റെ ഉപ്പയോ? പറ പറ മാ, എന്തുമ്മ പറ പറ. മാഹിനിക്ക എന്റെ ഉപ്പയാണോ? പറ പറ, മാഹിനിക്ക എന്റെ ഉപ്പയാണോ? പറ. എന്റെ അല്ലാ, ഇത്രയും നാള് ഞാൻ ദുരന്തങ്ങൾ മാത്രം സമ്മാനിച്ച എന്റെ മാഹിനിക്ക എന്റെ ഉപ്പയോ? പറ പറ. എന്റെ മാഹിനിക്കയെ ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചു? പറയടാ, നിനക്കെങ്കിലും പറയായിരുന്നില്ല നേരത്തെ? പറ പറ പറയടാ, എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? മാഹിനിക്ക എന്റെ ഉപ്പയാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? പറ. എന്റെ അല്ലാ, എന്റെ ഉപ്പ എനിക്കൊന്ന് കാണണം ഉമ്മ. ഒരു വട്ടം മാത്രം ഉമ്മ. എന്റെ ഉപ്പ എനിക്കൊന്ന് കാണണം ഉമ്മ. ഉമ്മ, എനിക്ക് എന്റെ വാപ്പാനെ കണ്ട് ഒരു വട്ടം മുഖത്ത് നോക്കി വാപ്പാന്ന് വിളിക്കണം. ഉമ്മ, എല്ലാ തെറ്റിനും എനിക്ക് വാപ്പ് ചോദിക്കണം. രാജീവേ, ഇനി എന്നെ എന്റെ വാപ്പ അടുത്തേക്ക് കൊണ്ടുപോകും. എവിടെ എവിടെ എന്റെ വാപ്പ? എനിക്ക് ഒരു വട്ടം എനിക്ക് കാണണം. എനിക്ക് കാണണം. രാജീവേ, എനിക്ക് എന്റെ വാപ്പയെ ഒന്ന് കാണാൻ പറ്റും? എവിടെയാ എന്റെ ഉപ്പ? നിന്റെ ഉപ്പ ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി കൊണ്ടുവരിക. നമുക്ക് കാണാം. നീ സമാധാനായിട്ടിരിക്കും. ഡോക്ടർ, ഒരു നിമിഷം എനിക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം. ആ മനുഷ്യനെ കൊണ്ട് എന്നെ മോനെന്ന് വിളിപ്പിക്കണം ഡോക്ടർ, പ്ലീസ്. ഇല്ല, അദ്ദേഹം ഇനി അങ്ങനെ വിളിക്കില്ല. ഡോക്ടർ, പോയി ആ ജീവചവമായി കിടക്കുന്ന നല്ല മനുഷ്യനെ പോയി കണ്ടോളൂ. എല്ലാവർക്കും അകത്ത് പോകാൻ പറ്റില്ല.
അപ്പ ഡോക്ടർ, എന്റെ ഉപ്പയ്ക്ക് എന്താ പറ്റിയത് ഡോക്ടർ? ഇത് മനുഷ്യ ജീവിതത്തിലെ ഒരു പ്രത്യേകതര അവസ്ഥയാണ്. ഏതോ ഒരു ഷോക്ക് ന്യൂസ് കേട്ട് തല ചുറ്റി വീണതാ. അപ്പോ ബ്രെയിനകത്തുള്ള വെയിൻ പൊട്ടി, അവിടെ ഹെമറേജ് ഉണ്ടായി. ഇപ്പം അദ്ദേഹം കോമയിലാണ്. ഇപ്പൊ നമ്മൾ പറയുന്നതെല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് പ്രതികരിക്കാനാവില്ല.